17 വയസ്സിൽ പ്ലസ് ടു കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 21 വയസ്സിൽ ടീച്ചർ ആയിക്കൊണ്ട് ലൈഫ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഒരു ജോബ് ഓറിയന്റഡും കൂടെയാണ്. NIT കാലിക്കറ്റും അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയും അലിഗഡും ഡൽഹി യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ മൗലാന ആസാദ് ഉറുദു യൂണിവേഴ്സിറ്റി ഇത്തരം സ്ഥാപനങ്ങളൊക്കെ സെക്കൻഡറി ലെവലിലാണ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. പല വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധിച്ചുകൊണ്ട് ഇടപെട്ടുകൊണ്ട് അത് മാറ്റിയിട്ടുണ്ടായ ഒരു ചരിത്രമാണ് കാണാൻ വേണ്ടി പറ്റുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പീസ് റേഡിയോ വഴികാട്ടിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പീസ് റേഡിയോ വഴികാട്ടിയിൽ കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിനെ കുറിച്ചിട്ടായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. നമ്മോടൊപ്പം അതിഥിയായിക്കൊണ്ട് ഷുഹൈബ് ബേജിയാണ് കൂടെയുള്ളത്. ഷുഹൈബ്, അസ്സലാമു അലൈക്കും. നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഈ ഒരു എക്സാമിനെ കുറിച്ചിട്ട് അപ്ലിക്കേഷൻ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ എക്സാമിൻ്റെ ഒരു പാറ്റേണും സിമ്പിളായിട്ട് പറഞ്ഞു പോയി ഓരോ സെക്ഷനുകളെ കുറിച്ചിട്ട്. ഇനി കൂടുതലായിട്ട് വരുമ്പം ഒരു പരീക്ഷാ സമയത്ത് അല്ലെങ്കിൽ പരീക്ഷയുടെ മാർക്കിംഗ് കാര്യങ്ങൾ, അത്തരം സ്ട്രക്ചറുകളെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? നമ്മൾ CUET എക്സാമിനെ കുറിച്ച് പരിചയപ്പെടുത്തി. എക്സാമിൻ്റെ മാർക്കിംഗ് അല്ലെങ്കിൽ അതുപോലെ തന്നെ എത്രയാണ് നമുക്ക് ടൈം ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ശരി ഉത്തരത്തിനും 5 മാർക്കാണ് ലഭിക്കുക. പിന്നെ അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കിങ്ങും വരുന്നുണ്ട്. ഉത്തരം തെറ്റിച്ച് കഴിഞ്ഞാൽ -1 ആണ് വരുന്നത്. സാധാരണ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് മാർക്കായിട്ട് നമുക്ക് എത്രയാണോ ശരിയാക്കി കഴിഞ്ഞാൽ 100% ആണെന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ 25% കുറയും. പക്ഷേ ഇവിടെ 20% മാത്രമേ കുറയുന്നുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്റ്റുഡൻസിനുള്ളത്. അപ്പം ഒരു ഉത്തരം ശരിയാക്കി കഴിഞ്ഞാൽ 5 മാർക്കാണ്, തെറ്റിച്ച് കഴിഞ്ഞാൽ -1 നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ സെക്ഷനിലും 3 സെക്ഷനാണുള്ളത്. 3 സെക്ഷനിലും കൂടിയായിട്ട് 5 പേപ്പേഴ്സാണ് ഓരോ വിദ്യാർത്ഥി എഴുതേണ്ടത്. ഇപ്പോൾ ലാംഗ്വേജിലായി കഴിഞ്ഞാലും ഡൊമൈനിൽ 3 പേപ്പർ ആയിക്കഴിഞ്ഞാലും ജനറൽ ടെസ്റ്റ് ആയിക്കഴിഞ്ഞാലും ഓരോ പേപ്പറിലും നമുക്ക് 50 ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. അപ്പം 50 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം ഒരു ഉത്തരം ശരിയാക്കി കഴിഞ്ഞാൽ 5 മാർക്കാണ്. അപ്പോൾ 50 × 5 250 മാക്സിമം മാർക്ക് വരിക. അപ്പം കഴിഞ്ഞ വർഷം ഓൾ ഇന്ത്യ റാങ്കുകളൊക്കെ വാങ്ങിയിട്ടുള്ള സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഇപ്പം ഇംഗ്ലീഷിലൊക്കെ 241.96 മാർക്കാണ്. 250 ഫുൾ മാർക്ക് വാങ്ങിയിട്ടുള്ള കുറേ കുട്ടികളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം, ഈ വർഷത്തിലാണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഫുൾ മാർക്ക് വാങ്ങിയിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ സാധാരണ ജനറൽ ടെസ്റ്റിലോട്ട് വരുന്ന സമയത്ത് ഫുൾ മാർക്കിലോട്ട് എത്താറില്ല പലരും. ഇപ്പോൾ 250, 244, 245 ആ ഒരു റേഞ്ചിലോട്ടൊക്കെയാണ് സാധാരണ എത്താറുള്ളത് എന്നുള്ളതാണ്. അപ്പം ടോട്ടൽ ഒരാൾ 5 വിഷയമാണ് എഴുതുന്നുണ്ടെങ്കിൽ 5 × ഒരു വിഷയത്തിലെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 250 എടുക്കുമ്പോൾ 5 × 250 എന്ന് പറയുമ്പോൾ 1250 ടോട്ടൽ മാർക്ക് വരിക. എക്സാമിൻ്റെ ടൈമിങ്ങിലോട്ട് വരുന്ന സമയത്ത് ഓരോ ക്വസ്റ്റ്യനും നേരത്തെ പറഞ്ഞ 50 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പേപ്പറിലും നമുക്ക് 60 മിനിറ്റ്, 1 മണിക്കൂർ ടൈമാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഈ ഒരു എക്സാം എഴുതി റിസൾട്ടൊക്കെ വന്ന് മാർക്ക് വാങ്ങിയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്തതെന്ത്? ഒരു എക്സാമോട് കൂടിയിട്ട് നമ്മൾ അഡ്മിഷൻ സെക്യൂർ ആവുന്നില്ലല്ലോ. ആ ഒരു നെക്സ്റ്റ് പ്രൊസീജിയർ, അഡ്മിഷൻ പ്രൊസീജിയർ എന്നുള്ളത് ഇതിൽ പലപ്പോഴും കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ടാവും, പല യൂണിവേഴ്സിറ്റികളും പല രീതിയിലാണ് അതിൻ്റെ ഒരു അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ടാവുക. അപ്പം എങ്ങനെയാണ് ഒരു എക്സാം കഴിഞ്ഞൊരു കുട്ടി ഒരു അഡ്മിഷൻ പ്രൊസീജിയറിനെ ബന്ധപ്പെടേണ്ടത്? നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാര്യം പല കുട്ടികളും മിസ് ഔട്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ ഒരു പോസ്റ്റ് എക്സാമിനേഷൻ പാർട്ട് എന്ന് പറയുന്നത്. നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതി എന്നുള്ളത് കൊണ്ട് മാത്രം അഡ്മിഷൻ കിട്ടില്ല എന്ന് നേരത്തെ പറഞ്ഞു. ഇതിൻ്റെ ഒരു ടൈം ലൈനാണ് ഇതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യം. നമ്മൾ പ്രിപ്പറേഷൻ ഒരു 6 മാസം മുന്നേയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മാർച്ച് ബോർഡ് എക്സാം കഴിഞ്ഞ് മെയ് മാസത്തിലാണ് എക്സാം നടക്കുക. പിന്നെ മെയ് കഴിഞ്ഞ് പിന്നെ മെയ് ഫസ്റ്റ് വീക്കോടുകൂടി എക്സാമിനേഷൻ നടന്ന് അതും കഴിഞ്ഞ് ജൂണിലൊക്കെയാണ് റിസൾട്ട് വരിക. റിസൾട്ടും വന്നു കഴിഞ്ഞിട്ട് പിന്നീട് കൗൺസിലിംഗ് കൂടെ പൂർത്തീകരിക്കുന്ന സമയത്ത് ഓഗസ്റ്റ് ഫസ്റ്റോടു കൂടെയാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതുവരെ നമ്മളിപ്പോൾ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള ഒരു ജനറേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ അറ്റൻഷൻ സ്പാൻ ഭയങ്കര കുറവാണ്. അപ്പോൾ അതുവരെ പേഷ്യൻസോട് കൂടെ ഇരിക്കുക, അതിലും കൂടെ കംപ്ലീറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നാട്ടിൽ നമുക്ക് ഓൾറെഡി നല്ല മാർക്ക് ഉണ്ടെങ്കിലും എക്സാമിൽ നാട്ടിൽ നമ്മളൊരു ബാക്കപ്പ് ഓപ്ഷനായിട്ട് പല കോളേജുകളിലും സീറ്റ് എടുത്തിടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഓൾറെഡി ചേർന്നിടത്ത് തന്നെ മതി എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലോട്ടും പല കുട്ടികളും വരാറുണ്ട്. അതിലോട്ട് പോവരുത് എന്നുള്ളതാണ് കാര്യം. നിങ്ങൾ ഈ ഒരു എക്സാം കൃത്യമായിട്ട് എഴുതി ഇനി ആ ഒരു കൗൺസിലിംഗ് പ്രൊസീജിയറിലും കൂടെ കൃത്യമായിട്ട് പങ്കെടുക്കുക എന്നുള്ളതാണ്. അപ്പം അത് നിങ്ങൾ പേഷ്യൻസോട് കൂടെ വളരെ എറർ ഫ്രീ ആയിട്ട് ചെയ്യുക എന്നുള്ളത്, ഗൈഡൻസോട് കൂടെ തന്നെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ CSAS എന്ന് പറഞ്ഞുള്ള ഒരു പ്രോസസ്സാണ്, കോമൺ സീറ്റ് അലൊക്കേഷൻ സിസ്റ്റം എന്ന് പറയും. ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് പോലെ തന്നെ 90-ലധികം വരുന്ന കോളേജുകളാണുള്ളത്, നോർത്ത് സൗത്ത് ഓഫ് ക്യാമ്പസുകളിലായിട്ട്.
അപ്പം അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കോളേജുകൾ വരുന്നുണ്ട്. സെൻറ്റ് സ്റ്റീഫൻസ് പോലെ, അത് ശശി തരൂർ അവിടെയാണ് പഠിക്കുന്നത്. ഹിന്ദു കോളേജ്, മിറണ്ട ഹൗസ്, ലേഡി ശ്രീറാം, ഹൻസ്രജ്. കൊമേഴ്സിന് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് ഒരു സ്റ്റുഡൻറ്റ് ചൂസ് ചെയ്യാൻ പറ്റും BCom PBA ഒക്കെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് ആണ്, SRCC. അങ്ങനെ പല കോളേജസും വരുന്നുണ്ട്. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ഒരു CSAS എന്ന് പറയുന്ന ഒരു പോർട്ടൽ ത്രൂ ആണ്. നമ്മൾ സ്കോർ കാർഡ് അതുപോലെ തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്യണം. അതിന് 3 ഫേസുകളാണുള്ളത്. ഫേസ് 1 എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും സ്കോർ കാർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഫേസ് 2 എന്ന് പറയുന്നത് നമ്മുടെ പ്രെഫറൻസ് ഫില്ലിംഗ് ആണ്. ഇപ്പം ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് തന്നെ നമ്മൾ വിചാരിക്കുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കോഴ്സ് പല കോളേജുകളുടെയും അണ്ടറിലായിട്ടുണ്ടാവും. അപ്പം എൻ്റെ പ്രെഫറൻസ് എന്താണ്, എനിക്ക് ആദ്യം ഇന്ന കോളേജിൽ കിട്ടിയാൽ കൊള്ളാം, അത് ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് വെക്കുന്നു. അതിനുശേഷം അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് പ്രിഫറൻസ് ആയിട്ട് എനിക്ക് ഇത് വേണം. അതാണ് പ്രിഫറൻസും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ തേർഡ് ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ ഫീസ് അടച്ചുകൊണ്ട് അഡ്മിഷൻ, സബ്ജക്റ്റ് മാപ്പിങ്ങും കൂടെ ഉണ്ടാവും. നമ്മൾ വെച്ചിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യുന്നതും ആ ഒരു ടൈമിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വെരിഫിക്കേഷൻ മെയിൽ വരും. അതോടുകൂടെ നമ്മൾ ആ ഒരു അഡ്മിഷൻ ഫീസും കൂടെ പേ ചെയ്തുകൊണ്ട് അഡ്മിഷൻ എടുക്കുക. പിന്നീട് ക്ലാസ്സസ് തുടങ്ങും. ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ വെബ്സൈറ്റിലൂടെ പോയി വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യും, പോർട്ടൽ ഓപ്പൺ ചെയ്യും കൗൺസിലിങ്ങിനുള്ളത്. നമ്മുടെ സ്കോർ കാർഡ് വെച്ചിട്ട് ഏത് കോഴ്സ് വേണം, അവർ ചോദിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ വെച്ചുകൊണ്ട് ഒരു സെപ്പറേറ്റ് ഒരു 200 രൂപേൻ്റെ അടുത്ത് വരുന്ന ഒരു ഫീസ് ഉണ്ടാവും. അതും കൂടെ വെച്ചുകൊണ്ട് അപ്ലൈ ചെയ്തിട്ട് പങ്കെടുക്കുക എന്നുള്ളതാണ്. എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ള ഒരു കാര്യം പൂർത്തീകരണത്തിലോട്ട് എത്തുന്നത്. ഓക്കെ, CUT UGയുടെ ഒരു പ്രോസസ്സാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും ഇതുവരെയൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരു ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു കടമ്പ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് എത്താനുള്ളതാണ് CUT PG എക്സാം എന്നുള്ളത്. CUT PG എക്സാം എഴുതുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ CUT UGൻ്റെ കാര്യമാണ് നേരത്തെ പറഞ്ഞത്. പക്ഷേ CUT PGയിലോട്ട് വരുന്ന സമയത്ത് എൻറ്റയർലി ഇതിൻ്റെ പാറ്റേണും സ്ട്രക്ചറും അതുപോലെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ CUT PG എക്സാം എന്ന് പറയുന്നത് ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡൻസ് എഴുതുന്ന ഒരു എക്സാമാണ്. ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ വിളിക്കുക സാധാരണയായിട്ട് ജനുവരി 1 അല്ലെങ്കിൽ ഡിസംബർ അവസാന വാരത്തോടു കൂടെയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഫൈനൽ സെമസ്റ്റർ എക്സാമുകൾ കേരളത്തിലെ പല യൂണിവേഴ്സിറ്റികളും നടക്കുക മാർച്ചിലാണ്. CUT എക്സാം മാർച്ചിൽ തന്നെ നടക്കും. CUT എക്സാമിന് ഒരു മാറ്റം ഉണ്ടാവില്ല. കഴിഞ്ഞ വർഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കഴിഞ്ഞ വർഷം അതിന് മുമ്പുള്ള വർഷങ്ങളിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിനേഷനും CUT എക്സാമിനേഷൻ തമ്മിൽ ഒരു സെമസ്റ്റർ എക്സാമിനേഷൻ തമ്മിൽ ഒരു കൊളൈഡിങ് അല്ലെങ്കിൽ ഒരു ക്ലാഷ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് CUTൻ്റെ അണ്ടറിൽ CUT എക്സാം എഴുതുന്ന ആൾക്കാരെന്ന് പറഞ്ഞ കാൻഡിഡേറ്റ്സ് പല യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രി പഠിക്കുന്നുണ്ട്, അവരാണ് എക്സാം എഴുതുന്നത്. അപ്പം എക്സാം എന്തായാലും NTA മാറ്റാൻ വേണ്ടിയിട്ട് പറ്റില്ല. CUT എക്സാം മാറ്റാൻ പറ്റുന്നത് സർവകലാശാലകൾക്ക് മാത്രമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെയൊക്കെ പല വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധിച്ചുകൊണ്ട് ഇടപെട്ടുകൊണ്ട് അത് മാറ്റിയിട്ടുണ്ടായ ഒരു ചരിത്രമാണ് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. പിന്നെ അതുപോലെ എക്സാമിൻ്റെ പാറ്റേണിലോട്ട് വരുന്ന സമയത്ത് CUT PG എക്സാം എന്ന് പറയുന്നത് 1.5 മണിക്കൂറിൻ്റെ 90 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു എക്സാമിനേഷനാണ്. 75 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ 90 മിനിറ്റ് ടൈം എന്ന് പറയുമ്പം ഒരു ക്വസ്റ്റ്യന് 75 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 1 മിനിറ്റിനേക്കാൾ കുറച്ച് കൂടുതലൊരു ടൈം ഉണ്ടാവും. അതുപോലെ ഒരു ഉത്തരം ശരിയാക്കി കഴിഞ്ഞാൽ 4 മാർക്കാണ് മാർക്കിങ്ങിലോട്ട് വരുമ്പോൾ. നെഗറ്റീവ് മാർക്കിംഗ് -1 ആണ് വരുന്നത്. അപ്പോൾ 75 × 4 എന്ന് പറയുമ്പോൾ 300 മാർക്കിലാണ് എക്സാമിനേഷൻ വരിക. അപ്പം ഏത് സബ്ജക്റ്റ് ആയി കഴിഞ്ഞാലും നമ്മൾ ക്രാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യുന്ന പാസ്സാവുന്ന ആൾക്കാരുടെ ഒരു മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 230 എബോവ് ഒക്കെയാണ് സാധാരണ ആവറേജ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുക. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതേപോലെ കൗൺസിലിംഗ് പ്രൊസീജിയേഴ്സ് CUT PGക്കും ഉണ്ട്. അതുപോലെ സിലബസ് വരിക എന്ന് പറയുന്നത് സിലബസ് പ്യുവർലി ഡൊമൈൻ നോളജ് എന്ന് മാത്രമായിരിക്കും ചോദിക്കുക. ഇപ്പം സൈക്കോളജി ആണെങ്കിൽ അവരുടെ ഡൊമൈൻ നോളജ് ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ള കാര്യങ്ങളും എൻട്രൻസിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് അവർ തയ്യാറെടുക്കുന്ന കുറച്ച് ഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക. അതുപോലെ തന്നെ സൈക്കോളജി ആയിക്കോട്ടെ, സോഷ്യൽ വർക്ക് ആയിക്കോട്ടെ, സോഷ്യോളജി ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ സയൻസ് ആയിക്കോട്ടെ, LLBയും MBA ഒക്കെ ജനറൽ ഭാഗം നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക. ജനറൽ പേപ്പേഴ്സാണ്. അതായത് ഇത് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, ലോജിക്കൽ റീസണിങ്, ജനറൽ ഇംഗ്ലീഷ്, ജനറൽ അവെയർനെസ്, അതുപോലെയുള്ള ഭാഗത്തു നിന്നാണ് സാധാരണയായിട്ട് ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുള്ളത്. ഓക്കെ, CUT PG എന്നുള്ളതാണ് നമ്മൾ വളരെ ബ്രീഫായിട്ട് സംസാരിച്ച് പോയത്. അതുപോലെ തന്നെ NTA നടത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു എക്സാമാണ് NCET എന്നുള്ളത്. അധ്യാപകരാവാൻ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം +2 ശേഷം തന്നെ ഒരു 4 ഇയർ പ്രോഗ്രാമായിട്ട് ഒരു ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം NCET എന്നുള്ളൊരു എക്സാം ത്രൂ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് NEP പ്രകാരം. എന്താണ് ഒരു NCET എക്സാം? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ്? ഷിയാദ് സൂചിപ്പിച്ചതുപോലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അത് പ്രകാരമാണ് ഇങ്ങനൊരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്.
അപ്പം റീസെൻ്റായിട്ട് ഇപ്പോൾ 2 വർഷങ്ങളാണ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്നത് വഴി നമുക്ക് 4 വർഷം കൊണ്ട് ടീച്ചർ ആവാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതായത് 17 വയസ്സിൽ +2 കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 21 വയസ്സിൽ ടീച്ചർ ആയിക്കൊണ്ട് ലൈഫ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഒരു ജോബ് ഓറിയൻറ്റഡും കൂടെയാണ്. അപ്പം സാധാരണയായിട്ട് നമ്മളൊരു ടീച്ചർ ആവണമെന്നുണ്ടെങ്കിൽ ഡിഗ്രി പഠിക്കണം. അത് ഇപ്പോഴത്തെ ഡിഗ്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ഇയർ ഹോണേഴ്സ് റിസർച്ച് അതാണ് കൂടുതലായിട്ടും വരുന്നത്. അപ്പം 4 ഇയർ അതിന് പോയി. പിന്നെ B.Ed ഡിഗ്രിക്ക് ശേഷം 3 വർഷം വരുന്ന സമയത്ത് അതും അങ്ങനെ പോകും. അപ്പം അത്രയും ടൈം എടുക്കും. പക്ഷേ നമ്മൾ ഇൻ്റഗ്രേറ്റഡ് B.Edലോട്ട് വരുന്ന സമയത്ത് NCET എക്സാം എഴുതിയിട്ട് ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ITEPലൂടെ നമ്മൾ വരുന്ന സമയത്ത് 4 വർഷം കൊണ്ട് ടീച്ചറായിട്ട് പുറത്തിറങ്ങുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും BA B.Ed, BSc B.Ed, BCom B.Ed ഇങ്ങനെ 3 കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ തന്നെ സ്പെഷ്യലൈസേഷൻ മേജറും മൈനേഴ്സൊക്കെ വ്യത്യാസമുണ്ട്. അതും കൂടെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. പിന്നെ അതുപോലെ നമുക്കിത് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളത്, ഈ ഒരു എക്സാം എഴുതി ടീച്ചറാവുക, ഇൻ്റഗ്രേറ്റഡ് BA B.Ed നേടുക, അല്ലെങ്കിൽ BSc B.Ed, BCom B.Ed നേടുക എന്നുള്ളതിനൊപ്പം തന്നെ എവിടേക്കാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ IITs വരുന്നുണ്ട് ഒരുപാട്. IIT ഭുവനേശ്വറും IIT മറ്റു പല IITs വരുന്നുണ്ട്. NIT പുതുച്ചേരി, അതുപോലെ തന്നെ NIT കാലിക്കറ്റ് വരുന്നുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയും ഡൽഹി യൂണിവേഴ്സിറ്റിയും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയും പിന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുള്ള, അതുപോലെ തന്നെ RIEs എന്ന് പറയും, റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയും, RI മൈസൂർ പോലെയുള്ള ഇത്തരം സ്ഥാപനങ്ങളിലോട്ടാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുക. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇത്തരത്തിൽ B.Edനപ്പുറം ഒരു ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമായിട്ട് 4 വർഷം കൊണ്ട് ടീച്ചറാകാനുള്ള ഒരു വലിയൊരു അവസരമാണ് NCET. ഒരു NCET ഒരു എക്സാമും ആപ്ലിക്കേഷൻ ടൈമും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? NCET ഏകദേശം ഇതേപോലെ തന്നെ ഏപ്രിൽ അവസാനത്തോടു കൂടെ അല്ലെങ്കിൽ മെയ് 1 ആയിട്ടാണ് എക്സാമിനേഷൻ നടക്കുക. CUETൻ്റെ അതേ ടൈമിൽ തന്നെയാണ് ആപ്ലിക്കേഷൻ വിളിച്ചു തുടങ്ങുക എന്നുള്ളതാണ് NCETൻ്റെ ഒരു കാര്യം. അതുപോലെ എക്സാമിൻ്റെ സിലബസിലോട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ CUET എക്സാം എഴുതുന്ന ഒരാൾക്ക് NCET എക്സാം എഴുതുക എന്നുള്ളതാണ്. NCETയിൽ ഞാൻ നേരത്തെ പറഞ്ഞ CUETയിലെ 3 സെക്ഷൻസിന് പുറമെ അഡീഷണൽ ആയിട്ട് ഒരു സെക്ഷൻ വരുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളൊരു സെക്ഷനാണ്. പിന്നെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൽ വ്യത്യാസമുണ്ട്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നീണ്ടു പോകുന്നതുകൊണ്ട് ഞാൻ പറയണില്ല. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പല യൂണിവേഴ്സിറ്റികളിലും ഇതിൽ ഏതൊക്കെ തലം വരെ നമുക്ക് പഠിപ്പിക്കാം. നമ്മൾ 21 വയസ്സിൽ ടീച്ചറാവാൻ വേണ്ടിയിട്ട് പറ്റും, പക്ഷേ ഏതൊക്കെ ലെവൽ വരെ പഠിപ്പിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പം ഓരോ യൂണിവേഴ്സിറ്റിയും ഓരോ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് പ്രിപ്പറേറ്ററി ലെവൽ വരെയാണോ, അല്ല മിഡിൽ സ്റ്റേജ് വരെയാണോ, സെക്കൻഡറി ലെവൽ വരെയാണോ എന്നുള്ളത്. നിർബന്ധമായിട്ടും സെക്കൻഡറി ലെവൽ വരെ അക്രഡിറ്റേഷനുള്ള അത്തരം കോഴ്സുകളിലോട്ട് പോകാം. ഇപ്പോൾ NIT കാലിക്കറ്റും അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയും അലിഗഡും ഡൽഹി യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ മൗലാന ആസാദ് ഉറുദു യൂണിവേഴ്സിറ്റി, ഇത്തരം സ്ഥാപനങ്ങളൊക്കെ സെക്കൻഡറി ലെവലിലാണ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നിരുന്നാൽ സെക്കൻഡറി ലെവൽ എന്ന് പറഞ്ഞാൽ 9ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടെ സ്റ്റുഡൻസ് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. തീർച്ചയായിട്ടും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഒരുപാട് മാറ്റങ്ങൾ നമ്മളെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതാണ് ഈ ഒരു ലെവൽ ഓഫ് എഡ്യൂക്കേഷൻസ് നമ്മൾ സാധാരണ സാമ്പ്രദായികമായിട്ടുണ്ടായിരുന്ന രീതിയിൽ നിന്ന് മാറിയിട്ട് ഒരു 3 വയസ്സ് മുതൽ കുട്ടി സ്കൂളിലേക്ക് ചേർന്നു. നമ്മൾ 10ാം ക്ലാസ് പരീക്ഷയുടെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് മാറിയിട്ട് 9 to 12 വരെ, അവസാനത്തെ സെക്കൻഡറി സ്റ്റേജ്. അപ്പം ഈ രീതിയിലൊക്കെ ഈ ഒരു പുതിയ കാലത്ത് ഒരു ടീച്ചർ ആകാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ITEP പ്രോഗ്രാം എന്നുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു CUT UG ആവട്ടെ, PG ആകട്ടെ, അല്ലെങ്കിൽ NCET, ഒരു +2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞൊരു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തു. അപ്പം ഏതൊക്കെ തരത്തിലുള്ളൊരു വിദ്യാർത്ഥിയാണ് ഇത്തരം പരീക്ഷകൾ അഭിമുഖീകരിക്കേണ്ടത്, ഏതൊക്കെ ഇപ്പം PhD തലങ്ങളിലേക്ക്, അല്ലെങ്കിൽ റിസർച്ച് അല്ലെങ്കിൽ ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് എങ്ങനെയൊക്കെ പോകാൻ താല്പര്യപ്പെടുന്നൊരു കുട്ടിയാണ് ഇത്തരം പരീക്ഷകളൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ്. നല്ലൊരു ക്വസ്റ്റ്യനാണ്. ആരൊക്കെയാണ് CUET എക്സാം എഴുതേണ്ടത് അല്ലെങ്കിൽ ആരൊക്കെയാണ് NCET എക്സാം എഴുതേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ട്രഡീഷണലായിട്ട് ഇപ്പം എഞ്ചിനീയർ ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, CUET എഴുതരുത്. എഞ്ചിനീയർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് അയാൾ എഴുതേണ്ടത് എൻട്രൻസ് എക്സാമിനേഷനാണ്, JEE എക്സാമിനേഷൻ, ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ. ഇനി മെഡിക്കൽ, ഒരു ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ, അതുപോലെ തന്നെ നഴ്സിംഗ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സസ് എടുക്കാൻ വിചാരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അയാൾ നിർബന്ധമായിട്ടും നീറ്റ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. മെഡിക്കൽ പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സസ്
ആയിട്ടുള്ള CA, ACCA, CMA പോലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും CUT എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് ഇതിലൊരു വ്യത്യാസം എന്ന് പറയുന്നത്. കാര്യം പല യൂണിവേഴ്സിറ്റികളും എനിക്കറിയാം ഇവിടെ നോക്കുക, അതായത് ACCA ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊരു കമ്പനിയിലോട്ട് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ആ ഒരു കമ്പനിക്ക് വീണ്ടും ഫിൽട്ടർ ചെയ്തിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളായിരിക്കും അവർ നോക്കുക. അപ്പോൾ നമ്മൾ എവിടെ പഠിക്കുന്നു എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. പല സ്റ്റുഡൻസും ഡൽഹി യൂണിവേഴ്സിറ്റി പോലുള്ള SRCC ഉള്ള കോളേജിൽ BCom കഴിഞ്ഞ് അതിനോടൊപ്പം തന്നെ CA പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ചെയ്ത്, ഇപ്പോൾ ACC ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ പല പേപ്പറും കംപ്ലീറ്റ് ചെയ്തിട്ട് ഡിഗ്രി കഴിയുന്നതോടുകൂടെ ആ ഒരു ഡിഗ്രി കഴിഞ്ഞ് 1-2 വർഷത്തിനുള്ളിൽ സെറ്റിലാവുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്കും CUT എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളതാണ്. പ്രധാനമായിട്ടും സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ CUT ത്രൂ ഉള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് എന്ന് പറയുന്നത് ഡിഗ്രി കോഴ്സസാണ്. കൂടുതലായിട്ടും നോൺ പ്രൊഫഷണൽ കോഴ്സസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് പ്രൊഫഷണൽ കോഴ്സസ് ആയിട്ടുള്ള LLB കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ജാമിയ അലിഗഡും സെപ്പറേറ്റ് എൻട്രൻസ് എക്സാമാണ് അതിനുള്ളത്. കുറച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്ക് മാത്രമാണ് LLB CUT ത്രൂ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ആർക്കിടെക്ചർ പോലെയുള്ള, അതുപോലെ തന്നെ ബാക്കി MBBS പോലെയുള്ള സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നാറ്റിൻ്റെയും നീറ്റിൻ്റെയൊക്കെ സ്കോർ വെച്ചിട്ടാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടെങ്കിലും അതിലോട്ടുള്ള അഡ്മിഷൻ വരുന്നത്. CUT ത്രൂ പ്രധാനമായിട്ടും ഇപ്പം സയൻസ് വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ പ്യുവർ സയൻസ് കോഴ്സുകൾ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി. ഇപ്പോൾ കൊമേഴ്സ് വിദ്യാർത്ഥികളാണ് BCom, BBA, ബാച്ചിലർ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, BMS. അതുപോലെ ആർട്സ് വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ BA ഹോണേഴ്സ് പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പൊളിറ്റിക്കൽ സയൻസ്, ഇതുപോലുള്ള കോഴ്സുകളിലോട്ടാണ് അഡ്മിഷൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒരു +2 വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ്. അതിലോട്ടുള്ള ഒരു പ്രവേശനമാണ് CUT വഴി പോസിബിൾ ആവുന്നത് എന്നുള്ളതാണ്. ഈ ഒരു എപ്പിസോഡിൻ്റെ ഒരു അവസാനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ ഒരു എൻട്രൻസ് എക്സാമുകൾ അഭിമുഖീകരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ പഠിക്കുക എന്നുള്ളതിനപ്പുറം ഒരുപാട് സ്ട്രാറ്റജികൾ കൂടി വേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് ആഡ് ചെയ്യാനുള്ളത്? നമ്മൾ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ വെറുതെ പോയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതും ഒരു പ്ലാൻഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നുള്ളതാണ്. സാധാരണ ഇത് നമ്മൾ വെറുതെ പോയിട്ട് എഴുതിയാൽ കിട്ടുമോ, ഇതിൽ ലെക്കൊക്കെ വേണ്ടേ, ഭാഗ്യം വേണ്ടേ കിട്ടാൻ വേണ്ടിയിട്ട്, അങ്ങനെയൊന്നുമില്ല. ഇതിലൊരു കാര്യം എന്ന് പറയുന്നത് സാധാരണ ഒരു ലെക്കിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് പറയാം, പ്രിപ്പറേഷൻ മീറ്റ്സ് ഓപ്പർച്യൂണിറ്റി ഈസ് കോൾഡ് ലെക്ക് എന്നാണ് പറയാം. അതായത് തയ്യാറെടുപ്പ് അവസരങ്ങളെ മുട്ടുന്നിടത്താണ് ഭാഗ്യം സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗ്യം കൂടുന്നുള്ളതാണ് അതിൽ കൃത്യമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഏതൊരു എക്സാമിനെ ഫേസ് ചെയ്യുന്ന സമയത്തും യുദ്ധത്തിൽ എതിരാളിയെ മനസ്സിലാക്കുക എന്നുള്ളത് പോലെ തന്നെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിൽ അതിൻ്റെ പാറ്റേണും സിലബസും അതുപോലെ തന്നെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത് ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതിനുശേഷം ഇപ്പോൾ CUT UG ആവട്ടെ, PG ആവട്ടെ, NCT എക്സാമുകളാവട്ടെ, ഏത് കോമ്പറ്റീറ്റീവ് എക്സാം ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ചെയ്യാനുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് നോക്കുക എന്നുള്ളതാണ്. ഒരു സബ്ജക്റ്റിൽ ഒരു 3 പേപ്പേഴ്സ് എങ്കിലും നോക്കുക. അപ്പം നമുക്ക് ചിലപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും, നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കറൻ്റ്ലി ഏത് ലെവലാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളത് നോക്കിയേ തീരൂ. ചിലപ്പോൾ അതിൽ നിങ്ങളിപ്പം ആ ഒരു എക്സാം പേപ്പർ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് 5 മാർക്ക് കിട്ടിയിട്ടുള്ളൂ, ദാറ്റ് ഈസ് ടോട്ടലി ഫൈൻ. പക്ഷേ നിർബന്ധമായിട്ടും ഒരു സബ്ജക്റ്റിൽ 3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സെങ്കിലും വർക്കൗട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. പറ്റുന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, കാര്യം നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്, കിക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ ലെവൽ എന്താണ്, എക്സാം ഡിമാൻഡ് ചെയ്യുന്ന ലെവൽ എന്താണ്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ PYQs വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ കൃത്യമായിട്ട് ABCD എന്നുള്ള സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ചാപ്റ്ററിലും നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് കോൺസെപ്ഷ്യൽ നോളജ് ഉണ്ടാവണം. ആ കോൺസെപ്ഷ്യൽ ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഏത് രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഈ എക്സാമുകളൊക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യന് 4 ഓപ്ഷൻസ് ഉണ്ടാവും, അതിൽ 3 ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് റൈറ്റ് ആയിട്ടുള്ള ഒരു ഉത്തരത്തിലോട്ട് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു നോളജ് ഉണ്ടാകണം. അപ്പോൾ നോളജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ പല മൾട്ടിപ്പിൾ റിസോഴ്സ് മെറ്റീരിയൽസും അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസും അല്ലെങ്കിൽ ഏതെങ്കിലും സൈറ്റുകളിൽ പോയിട്ട് PDF ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ട് പോകുന്ന സമയത്ത് ഇവിടെ ABCD എന്ന് പറയുന്ന സമയത്ത് ഒരു ഗൈഡൻസോട് കൂടെ പോയി കഴിഞ്ഞാൽ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആവുക, ടൈം കൺസ്യൂം ചെയ്യാണ്ട് എറർ ഫ്രീ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ ആ ഒരു കോൺസെപ്ഷ്യൽ ക്ലാരിറ്റി നമ്മൾ ക്ലാസ്സുകൾ കേട്ടുകൊണ്ട് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ആ കോൺസെപ്ഷ്യൽ നോളജ് റെഡിയാക്കുക. പിന്നെ ആ നോളജ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒബ്ജക്റ്റീവായിട്ടില്ല ഇതേപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് ഒരു 50ഓളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരു സബ്ജക്റ്റിലുണ്ടാവും. അപ്പോൾ അതിൽ തന്നെ നമ്മൾ സെക്ഷനൽസ് ആയിട്ട് ഓരോ ചാപ്റ്ററിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ടാവും. അപ്പം ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചതിന് ശേഷം ആ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോളജ് ഒന്നും കൂടെ തറവാണ്. പിന്നെ നോട്ട്സും കാര്യങ്ങളും വെച്ചിട്ട് റിവിഷൻ ചെയ്തിട്ട് ആ ഭാഗം തറവാക്കുക. പിന്നെ അതുപോലെ തന്നെ കൃത്യമായിട്ട് ചെയ്യാനുള്ള ഒരു കാര്യമാണ് അതിന് ശേഷം
മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. എല്ലാ ചാപ്റ്ററിനും കൂടിയായിട്ട് എങ്ങനെയാണോ ബിഫോർ ദ ഡിയുടെ എക്സാം നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതേ രീതിയിലുള്ള റെപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രൂപത്തിലുള്ള എക്സാമുകൾ, മോക്ക് എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഓരോ മോക്ക് എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്വാളിറ്റിയും കൂടെ നമ്മൾ ഉറപ്പുവരുത്തണം. അത് സിമ്പിൾ, ഈസി, മോഡറേറ്റ്, ടഫ്, വെരി ടഫ്, ആ ഒരു പൈപ്പ് ലൈനിലൂടെയുള്ള മോക്ക് ടെസ്റ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ള ഇവിടെ നിന്നാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു ആൻസർ ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു സബ്ജക്റ്റിൽ ഇപ്പോൾ പ്രീവിയസ് ഇയർ എക്സാമിനെ കുറിച്ച് അറിയുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഒരു സബ്ജക്റ്റിൽ ഓരോ ചാപ്റ്ററിൻ്റെയും കോൺസെപ്ഷ്യൽ ക്ലാരിറ്റി, ആ ഒരു നോളജ് ലെവൽ നമ്മൾ റെഡി ആവുന്നു. ശേഷം അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു. പിന്നീട് മോക്ക് ടെസ്റ്റും കാര്യങ്ങളും എടുക്കുന്നു. പിന്നെ നന്നായിട്ട് റിവിഷൻ, സ്പേസ്ഡ് റിപ്പീറ്റേഷനിലൂടെ റിവിഷൻ നമ്മൾ എക്സാം ആവുന്നത് വരെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഓക്കെ, CUET അതുപോലെ തന്നെ NCET പരീക്ഷകളെ കുറിച്ചിട്ടാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് വഴികാട്ടിയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഈ ഒരു എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേർന്ന ഷുഹൈബ് ഏജിക്ക് പീസ് റേഡിയോയുടെ നന്ദി അറിയിക്കുകയാണ്. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.